Hi friends, Assalamu alaikum. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നല്ല പൂ പോലെയുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസ്റ്റ് ഇല്ലാണ്ട് അപ്പക്കാരം ഒന്നും ഇടാണ്ട് സോഡാപ്പൊടി ഒന്നും ഇടാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊങ്ങി വരുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനായിട്ട് 250 ml ഒരു കപ്പ് പച്ചരി വൈറ്റ് റൈസ് ഇല്ലേ, ഇഡ്ഡലി റൈസോ ഏതായാലും കുഴപ്പമില്ല, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ. അപ്പോൾ നല്ല വെള്ളത്തിലാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത് എങ്കിൽ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ഇതിലുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ അടിപൊളിയായിട്ട് നടക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ സോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനൊരു കപ്പ് വെള്ളം മാറ്റി വെക്കുന്നുണ്ട്. അതിൽ 1/4 കപ്പ് വെള്ളം ഈ അരിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട്. നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇത്രയും വെള്ളത്തിൽ അരച്ചെടുക്കണ്ട, ഒരു സ്മൂത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് തേങ്ങ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു കപ്പ് റൈസിന് ഞാനൊരു അരക്കപ്പിൻ്റെ അടുത്തോളം തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരി അരയ്ക്കുന്ന സമയത്ത് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കാം, അതും നല്ലതാണ്. നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിൽ ബാക്കിയുള്ള വെള്ളം ഈ എടുത്തു വെച്ച അരിയിലോട്ട്, അരിമാവില്ല അരച്ച് വെച്ചാൽ അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത് മൊത്തം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിൽ വെക്കണം, ഹൈ സ്പീഡിൽ വെച്ച് വേവിക്കരുത്. ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കാം. വിരകിയെടുക്കൂലേ അതുപോലെ. ഇപ്പോൾ ഇതാ ഏകദേശമായി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ആയി കിട്ടും. ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം പോയി നല്ല കുറുക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ചൂട് പോകാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ തേങ്ങയും കൂട്ടി അരച്ച് വെച്ച ബാറ്റർ ഒരു വെള്ളമൊന്നുമില്ലാത്ത നല്ല പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച അരിമാവുണ്ടല്ലോ, അത് മൊത്തത്തിലും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പം ഇത് നല്ലോണം തണുക്കണമെന്നൊന്നുമില്ല, ഒന്ന് ചൂടൊക്കെ മാറി ഒരു നേരിയ ചൂടോടാണെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ കൈ നല്ല വൃത്തിയായി കഴുകിയിട്ട് ഒന്ന് കൈ കൊണ്ട് കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ കൈ തട്ടുന്ന സമയത്ത് ആ ഫെർമെൻറ്റേഷൻ കുറച്ചും കൂടി നന്നായിട്ട് നടക്കുന്നതാണ് തോന്നണേ. ഇപ്പോൾ ബാറ്റർ കുറച്ചൊരു തിക്കാണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ഇനി നമുക്കിതൊരു 10 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതൊരു 10 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല, പക്ഷേ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയിരുന്നു, അതാണ് ഇത്ര ലൂസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ അടിച്ച് വെച്ച സമയത്ത് കുറച്ച് തിക്കായിരുന്നു, ഇപ്പോൾ ലൂസായിട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു വെള്ളം കുറച്ചിട്ട് അടിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ വെള്ള പഞ്ചസാര ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത്. നിങ്ങൾ എന്തായാലും ചേർക്കട്ടോ. ഇപ്പോൾ ഇതാ ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ അപ്പക്കാരം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി കാണിച്ചു തരാം. 2 രീതിയിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അപ്പക്കാരം ചേർക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 2 തവി ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 2 പിഞ്ച് അപ്പക്കാരം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഇനി ഇതാ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നല്ലെണ്ണ ആണ് ചേർത്ത് കൊടുത്തത്. ആ നല്ലൊരു സ്മെല്ലും അതൊക്കെ നന്നായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അപ്പക്കാരം ഇല്ലാത്തതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം മൂടി വെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതൊരു 2-3 മിനിറ്റ് കൊണ്ട് ആയി കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളപ്പം നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഹോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് വിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ അടർത്തി കിട്ടും, പറ്റി പിടിക്കൊന്നുമില്ല.
അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും. പൊങ്ങി വന്നിട്ടുണ്ട് നല്ലോണം, നല്ല സോഫ്റ്റാണ്. ഇനി അപ്പക്കാരം ചേർത്തിട്ടുള്ളത് നമുക്കൊന്ന് ചുട്ട് നോക്കാം. അതിനും ഞാൻ നല്ലെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. 2-3 പ്രാവശ്യമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ടിയായി പോവും. അപ്പം ഇതും നല്ല ഹോൾസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു 2-3 മിനിറ്റ് കൊണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരിക്കലും ഫെയിൽ ആവില്ല കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വെള്ളപ്പം എത്ര ഉണ്ടാക്കിയിട്ടും നന്നാവാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം സക്സസ് ആയാലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.